ഹായ് ഫാഹിസ്. ഹലോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖായിരിക്കുന്നു. എന്ത് തോന്നുന്നു? സൂപ്പർ സ്റ്റാർ സീനിയറിലെ സെലക്ഷൻ കിട്ടി, ഇതാ പാടാൻ വന്നിരിക്കാണ്. ഫസ്റ്റ് പാട്ടല്ലേ? അടിപൊളിയാണ് മൊത്തത്തില്. പിന്നെ ഞാനൊരു നോർമലി ഒരു ഓഡീഷൻ തൊഴിലാളിയാണ് ഞാൻ. അതെന്തിട്ടാ അങ്ങനെ പറഞ്ഞേ? അതിങ്ങനെ കൊറേ ഓഡീഷൻ ഇങ്ങനെ പോവും. എല്ലാ കേൾക്കണ ഓഡീഷൻ കാണുന്ന ടിവിയിൽ കാണുന്നതും പോസ്റ്റർ കാണാനൊക്കെ പോവും. ഞാൻ ബേസിക്കലി പാട്ടൊന്നും അങ്ങനെ ക്ലാസിക്കലൊന്നും പഠിച്ചിട്ടില്ല, ഒറ്റക്ക് തന്നെയാണ് പഠിക്കലൊക്കെ. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ സെലക്ഷൻ ഒന്നും കിട്ടാത്തത്. കുറെ അങ്ങനെ ഒറ്റക്ക് പഠിച്ചപ്പോ ഒരെണ്ണം സെലക്ട് ആയി. അതിൽ കുറച്ച് പോയി, ഫ്രണ്ടിലോട്ട് പോയി. പിന്നെ അതും കഴിഞ്ഞ് കുറെ 3-4 റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഫസ്റ്റ് ഒരു സിനിമാറ്റിക് പാട്ടുകളൊക്കെ പാടുന്ന ഫസ്റ്റത്തെ റിയാലിറ്റി ഷോ ആണ് നമ്മുടെ തട്ടി. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഉമ്മ ഉണ്ട്, പിന്നെ എന്റെ താത്തണ്ട്, ഉപ്പുണ്ട്, പിന്നെ ഞാനുണ്ട്, പിന്നെ വൈഫുണ്ട്, കൊച്ചുണ്ട്. ഫായസിന് എത്ര വയസ്സായി? പാറു, നീ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേ. അല്ല, ഫായസിന് എത്ര വയസ്സായി? എനിക്ക് 28 വയസ്സായി. 28. കൊച്ചിന് എത്ര വയസ്സായി? മോൾക്ക് 2 വയസ്സായി. 2 വയസ്സ്. വാ മനുഷ്യ, നമുക്ക് പോവാ അവിടെ. കല്യാണം കഴിച്ചു? ഞാൻ 23 വയസ്സുള്ള കല്യാണം കഴിച്ചു. ലവ് മാരേജ്? അതെ. അടുത്ത സ്റ്റോറി നമ്മൾ എന്തോരം സ്റ്റോറീസ് കേൾക്കും. ഞാൻ ഡിഗ്രിക്ക് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിച്ചിരുന്നത് പട്ടാമ്പിയിലാണ്. അപ്പൊ +2 അത്ര നന്നായിട്ട് പഠിക്കാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ആട്ടി പറഞ്ഞയച്ചതാണ് പട്ടാമ്പിയില് പഠിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അധികം ഇല്ലാത്ത യൂണിക് ആയിട്ടുള്ള കോഴ്സാണ് BSc ജിയോളജി എന്ന് പറയും. അവിടെ പോയിട്ട് പഠിച്ചു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോ സെക്കൻഡ് ഇയർ ആണ് എന്റെ ജൂനിയർ ആയിട്ട് എന്റെ ഇപ്പൊ നിലവിലുള്ള വൈഫ് വരുന്നത്. അപ്പോ നിലവിലുള്ള വൈഫ് അല്ല, അപ്പൊ ഇതിന് മുന്നേ അപ്പൊ ഇനി മാറാൻ ചാൻസ് ഉണ്ട്. അല്ല, അന്ന് വൈഫല്ലല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ എന്റെ ഭാര്യ, അത് മതി. എന്റെ ഭാര്യ. അങ്ങനെ ആദ്യം എനിക്കാണെങ്കിൽ ഞാൻ അധികം വരെയായിട്ട് അന്ന് സംസാരിച്ചിരുന്നില്ല. കൂടുതലും BSc ജിയോളജി കുറച്ച് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. എന്റെ അവിടുത്തെ ഹോസ്റ്റലിൽ തന്നെ ആയിരിക്കും. അപ്പൊ കൂടുതൽ കുറെ എഴുതാനൊക്കെ തരും. കുറെ പ്രാക്ടിക്കൽ ഉണ്ടാവും. പിന്നെ കല്ലും മണ്ണൊക്കെയാണ്. ഓരോന്ന് നമുക്ക് കുറെ സെഡിമെന്റ്സ് എഴുതാണ്ടാവും. കുറെ പരിപാടിയാണ്. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് കമ്പനി ആയത് ഈ പെൺകുട്ടിയാണ്, പറഞ്ഞ പെൺകുട്ടി. അപ്പൊ അവളുടെ പേര് പറയൂ. ഫാസില എന്നാണ് പേര്. ഫാസില ഫാഹിസ്. അങ്ങനെ അപ്പൊ കൊറേ സംസാരിക്കും ഞങ്ങള്. പിന്നെ ഞാൻ എന്റെ എന്താ പറയാ, എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് രാത്രി വിളിക്കും. രാത്രി 12 മണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ പുലർച്ചെ 5 മണിക്കൊക്കെ കോളിങ് തീരാ. ഇതെന്തൊരു ടെൻഷനാണ് നിനക്ക്? ഈ ആളുകൾ കൊള്ളയടിക്കാൻ നടക്കുന്ന സമയമാണ് രാത്രി 12-5 മണി വരെ. പിന്നല്ലാണ്ട് പേടിയാവുന്നു സമയം. ടെൻഷൻ മാത്രല്ല, കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളും പറയൂ. അത് മാത്രല്ല, സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് വിളിക്കുക. അത് ആദ്യം 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കും. ബാക്കിയുള്ള 4-3 മണിക്കൂർ വേറെ എന്തെങ്കിലുമൊക്കെ ആവും. അങ്ങനെ അത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഗുഡ്. അല്ല, പ്രണയം ആവുമ്പോ അതങ്ങനൊക്കെ സംഭവിക്കും. എടാ, നമ്മൾ വേറൊരു കാര്യം ഞാൻ പറയാം. ഈ നിങ്ങളൊക്കെ പ്രേമിക്കുന്ന ആളുകളായതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരാളെ വിളിച്ച് സംസാരിച്ച്, നമുക്കൊരു പ്രണയമുള്ള ഒരാളുടെ അടുത്ത് സംസാരിച്ചാൽ നമ്മൾ ചിലപ്പോൾ 8 മണിക്കൂറൊക്കെ ആയിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. നീ ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ സംസാരിച്ചത്? ഒരു കാര്യവും കാണത്തില്ല, ഒരു ചക്കയും തേങ്ങയും മാങ്ങയും കാണത്തില്ല. എന്നാൽ അത്രയും സംസാരിച്ചിട്ടുണ്ടാവും. സ്വീറ്റ് നത്തിങ്സ് എന്ന് പറയും. അങ്ങനെ അത് പ്രണയബദ്ധരായിട്ടുള്ള ആളുകളുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന മണ്ടത്തരാണത്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് പക്ഷെ ഈ അൺടൈമിൽ ആരോടെന്ന് പറയുന്നില്ല. അല്ല, എന്റെ കൂടെയുള്ള ആളിനോട്. അതിങ്ങനെ ഈ 12 മണി അലാം വെച്ച് 5:30 വരെ അതില്ല, പരിപാടിയില്ല. ഒരു 9 തൊട്ട് 10 മണി വരെ അതൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ കുറെ സംസാരിക്കും. പിന്നെ ഞാൻ ഡിഗ്രി 3rd ഇയർ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നല്ലോ. ഞാൻ അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് എനിക്ക്. MSc അപ്ലൈഡ് ജിയോളജിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ PG ചേരുന്ന സമയത്തൊക്കെ ആളവിടെ പഠിക്കില്ല, ആളവിടെ 3rd ഇയർ പഠിക്കണം. അപ്പൊ എനിക്ക് വിളിക്കാണ്ടാക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്. എന്തോ സ്ഥിരം ഉണ്ടായിരുന്ന ഒരു സാധനം. അപ്പൊ നമ്മൾ ഡെയിലി ചോറിട്ടാണ്ടാകുമ്പോ ഒരു ഡെയിലി വിളിക്കും, കുറെ നേരം സംസാരിക്കും. പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ വിളിക്കാണ്ടൊക്കെ വരണം. അവള് വീട്ടിൽ പോയ ഫോൺ എടുക്കാൻ സമ്മതിക്കില്ല. ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വിളിക്കാണ്ടാക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ നമുക്ക് തന്നെ എന്തോ ഉള്ളിലേ എന്താണ് ഇങ്ങനെ ഒരു സാധനം, ഞങ്ങൾ ഇഷ്ടമാണെന്നൊന്നും അപ്പൊ പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ ഞാന് അതേപോലെ അവളെ നാട്ടിൽ പോയ സമയത്ത് ഒരു ദിവസം നേരിട്ട് കണ്ടു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോറി, ഞാൻ അതിലേക്ക് അങ്ങ് ഇന്നായി പോയി. വേണ്ട, എന്തിന്? അല്ല, എന്നിട്ട് അപ്പൊ അവളെ കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയമായിരുന്നു.
അപ്പൊ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ജോബൊന്നും ഇല്ലല്ലോ, ഞാൻ സെക്കൻഡ് ഇയർ PG ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ PG കംപ്ലീറ്റ് ചെയ്ത് വന്നു. കൊറോണ സമയമാണ്, എങ്ങനെയും കെട്ടണം. വീട്ടിലാണെങ്കിൽ ഭയങ്കര പ്രഷർ അവൾക്ക്. വീട്ടിൽ 6 മാസം പൂട്ടിയൊക്കെ ഇട്ടു, വീട്ടിൽ നിന്ന് പുറത്തു പോകാനും വയ്യ. എനിക്കാണെങ്കിൽ ആ സമയത്ത് ഇത് അറിഞ്ഞിട്ട് വീട്ടിൽ പിടിച്ചു. അങ്ങനെ വീട്ടിൽ പിടിച്ചു. ഞാൻ എൻ്റെ അടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയി, എല്ലാം കൂടി പറഞ്ഞാലേ. സാരില്ല. അങ്ങനെ കൊറോണ സമയമാണ്, ഇന്ത്യയിലാണെങ്കിൽ ഫണ്ടും ഇല്ല, കെട്ടുകയും വേണോ. ഇപ്പൊ എന്റെ ഉപ്പാട് ഞാൻ കാര്യം പറഞ്ഞപ്പോ ഉപ്പ എന്നെക്കാളും സപ്പോർട്ട്, ധൈര്യമായിട്ട് കൊണ്ടുപോടാന്നൊക്കെ. അങ്ങനെ ഉപ്പാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉപ്പ റെഡി, ഉപ്പ അവരോട് വിളിച്ച് സംസാരിച്ചു. അപ്പൊ അവരെപ്പോഴും ചോദിക്കണ കേസ് ഒന്ന് ദൂരാണ്, ഞാൻ തൃശ്ശൂർ ജില്ലയാണ്, ആള് മലപ്പുറം ജില്ലയാണ്. അപ്പൊ അതിന്റെ ഒരു വിഷയമുണ്ട്. പിന്നെ എനിക്ക് ജോലി ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അങ്ങനെ അതൊക്കെ PG കഴിഞ്ഞാൽ ഗൾഫിൽ പോകുന്നുള്ളൊരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ച്. സംഭവം ഞാൻ ഗൾഫിലൊന്നും പോയില്ല, പിന്നീട് മ്യൂസിക്കുമ്പോൾ ഫുള്ളായിട്ട് നീങ്ങി. അപ്പൊ ആ സമയത്ത് കൊറോണക്ക് മലപ്പുറം സൈഡിലൊക്കെ ഇലക്ഷന് പാട്ട് പാടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇലക്ഷന് പാട്ടുകൾ പാടും. കുറച്ച് സമയം കൊണ്ട് എനിക്കൊരു 4 മാസം കൊണ്ട് കൂടുതൽ ഫണ്ട് വേണം, ഒരു 3-4 ലക്ഷം രൂപയോളം വേണം. കൊറോണ ആയാലും ഫണ്ട് വേണം. പിന്നെ അവിടെ പോയി നിന്നു 2-3 മാസം ഇലക്ഷന് കുറെ പാട്ട് പാടി. അവിടെ നിന്ന് കുറെ റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത് ഒരു 3-3.5 ലക്ഷം രൂപ അങ്ങനെ പ്രോഗ്രാമും റെക്കോർഡിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി. കുറച്ച് പൈസ കടവും മേടിച്ചു. കൊറോണക്ക് എന്നെ എല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച് കല്യാണം കഴിച്ചു. ഇതാണോ ആ മൊഞ്ചത്തി? എന്ത് ഗ്ലാമർ അല്ലേ. സൂപ്പർ ക്യൂട്ട് ഫാമിലി. എന്നാലും നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നീ കല്യാണം കഴിച്ചല്ലോ മോനെ, നിനക്ക് ഇരിക്കട്ടെ ഒരു ഷേക്ക് ഹാൻഡ്. സൂപ്പർ.